ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം അവസാനിപ്പിച്ച് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാൻ SIT പ്രോസിക്യൂഷൻ അനുമതി തേടി ഹൈക്കോടതിക്കും ദേവസ്വം കമ്മീഷണർക്കും ഉടൻ കത്ത് നൽകും. സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ റിപ്പോർട്ട് വന്നാലുടൻ കുറ്റപത്രം സമർപ്പിക്കും. സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ അന്വേഷണവുമില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുടങ്ങി 5 മാസത്തോളം നീണ്ട അന്വേഷണമാണ് ഒടുവിൽ SIT അവസാനിപ്പിക്കാനൊരുങ്ങുന്നത്. കേസിൽ ഇനി പ്രധാനപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാനില്ലെന്നാണ് SITയുടെ വിശദീകരണം. അതിനാൽ നിലവിലെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി SIT ഉടൻ അപേക്ഷ നൽകും. മുൻ ബോർഡ് അംഗങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഹൈക്കോടതിയിലും ദേവസ്വം ബോർഡ് ജീവനക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ദേവസ്വം കമ്മീഷണർക്കുമാണ് കത്ത് നൽകുക. തുടർന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം SIT തുടങ്ങും. കേസുമായി ബന്ധപ്പെട്ട് 2 പേരുടെ പങ്കുകൂടി SIT അന്വേഷിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഇവരെയും പ്രതിയേർക്കും. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരിലേക്ക് അന്വേഷണം എത്തില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി ഇത്തരം നീക്കമുണ്ടായാൽ അത് വീണ്ടും തിരിച്ചടിയാകുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. 2025 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട സംഭവത്തിലും പ്രത്യേകം അന്വേഷണം നടത്തില്ല. SIT യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാതെ വന്നതോടെ പ്രതികൾ മിക്കവരും ജയിൽ മോചിതരായി കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കോൺഗ്രസ് കോടി പ്രതിരോധത്തിലായതിനാൽ പ്രതിപക്ഷവും കാര്യമായ പ്രതിഷേധങ്ങൾ നടത്താൻ സാധ്യതയില്ല. ഹൈക്കോടതി ഇനി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാടാകും നിർണായകമാവുക. R. രാജീവ്, ജനം, തിരുവനന്തപുരം.